സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നാണ്. എന്താ നമ്മൾ പറഞ്ഞു, കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു HTML പേജ് ഓർ HTML വർക്ക് ഷീറ്റിന് വേണ്ട മോഡിഫിക്കേഷൻസ് ഓർ ഫോർമാറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ടൈപ്പ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് HTML ഡോക്യുമെൻറ്റിന് വേണ്ട ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതെങ്ങനെ യൂസേഴ്സിന് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് CSS യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എക്സാമ്പിളിലൊക്കെ ഇൻലൈൻ, അതായത് തേർഡ് മെത്തേഡായിട്ടുള്ള ഇൻലൈൻ CSS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമാറ്റിംഗ് കൊടുത്തത്. അതായത് അതിന് കളറ് സ്പെസിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നതൊക്കെ നമ്മളെന്താ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 മെത്തേഡ് കൂടെ ഉണ്ട്. അതാണ് നമുക്ക് CSSൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ CSS എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഡിസ്ക്രൈബ് ഹൗ HTML എലമെൻറ്റ്സ് ആർ ടു ബി ഡിസ്പ്ലേഡ് ഓൺ സ്ക്രീൻ, പേപ്പർ ഓർ ഇൻ അതർ മീഡിയ. യൂസേഴ്സിന് എങ്ങനെ ഈ ഒരു HTML എലമെൻറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഷോ ചെയ്യിക്കുന്ന ഇമേജ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെ യൂസേഴ്സിന് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഷീറ്റ്സ് ആണ് കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പറഞ്ഞു ഇതിൽ ഓരോ ടേമിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓരോ പ്രോപ്പർട്ടിക്കും ഒരു നെയിമും ആൻഡ് അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓരോ പ്രോപ്പർട്ടിക്കും ഈ നെയിം നമ്മൾ കൊടുക്കുന്നത്, അതായത് എന്താണോ ഒരു പ്രോപ്പർട്ടിയുടെ നെയിം അതിനെ നമ്മൾ നെയിമും വാല്യൂ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോളൻ യൂസ് ചെയ്തുകൊണ്ടാണ്, സിംഗിൾ കോളൻ യൂസ് ചെയ്തുകൊണ്ടാണ് നെയിം ആൻഡ് വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ സെമി കോളൻ യൂസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് എക്സാമ്പിളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ CSSൽ നമുക്ക് 3 വേ ഡിസ്കസ് ചെയ്യാനുണ്ട്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് ആൻഡ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ സ്റ്റൈൽ ഫോർ മെനി HTML പേജസ്. ഓക്കെ, നമ്മളൊരു HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ പേജായിട്ടല്ല നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് വർക്ക് ഷീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷീറ്റായിട്ടായിരിക്കും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷീറ്റിൽ ഒരുപാട് ഏരിയാസിൽ നമുക്ക് സെയിം കളേഴ്സ് അല്ലെങ്കിൽ സെയിം ഫോണ്ട് സൈസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഓരോ പോർഷൻ എത്തുന്ന സമയത്തും ഇതിൻ്റെ സൈസും കളറും സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കളറ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ കളർ എങ്ങനെ വരണം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ സൈസ് എങ്ങനെ വരണം എന്നുള്ളത് നമുക്ക് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആൻഡ് നമുക്ക് എപ്പോഴൊക്കെയാണോ ഈ ഒരു സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിംഗ് യൂസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ആ ഒരു പേജിന് നമുക്ക് ഒരു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ലിങ്ക് വഴി നമുക്ക് ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഫോർമാറ്റിംഗ് ഐറ്റത്തിന് നമ്മളുടെ ഫയലിലേക്ക് HTML ഫയലിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് നമുക്ക് വേണ്ട ഫോർമാറ്റിംഗ് ടൂൾസിനെ നമ്മൾ മറ്റൊരു ഷീറ്റിൽ നമ്മൾ മറ്റൊരു പേജിൽ പ്രിയറായിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ ഒരു പേജിനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേജിനെ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ HTML ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. അതാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മളുടെ ഈ ഒരു സിലബസിൽ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് വെച്ച് നമുക്ക് എക്സാമ്പിൾസ് അത്ര തന്നെ ചെയ്യാനില്ല. ഇൻറ്റേർണൽ ആൻഡ് ഇൻലൈൻ ഷീറ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കണം. അപ്പം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ടു ഡിഫൈൻ ദ സ്റ്റൈൽ ഫോർ മെനി HTML പേജസ് ആൻഡ് എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട ഫോർമാറ്റിംഗ് എന്തൊക്കെയാണ്, നമുക്ക് ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഫോണ്ട് സൈസാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ഫയലിൽ .css
ഫയൽ എക്സ്റ്റൻഷനോട് കൂടിയ ഒരു ഫയൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, ആൻഡ് അതിന് ശേഷം നമ്മൾ സാധാരണ ഈ എക്സാമ്പിളിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്താണ്, HTML ഹെഡ് സെക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു CSS ഫയലിനെ നമ്മളുടെ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഇത് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഹെഡ് സെക്ഷനിലായിരിക്കും. യൂസ് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ആഡ് എ ലിങ്ക് ടു ദ ഹെഡ് സെക്ഷൻ ഓഫ് ദ HTML. നമ്മളുടെ HTML പേജിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഹെഡ് സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയതിന് ശേഷം അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ എക്സാമ്പിളിലുള്ളതുപോലെ ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇത് നമ്മളുടെ HTML ഫയലുമാണ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പോർഷനാണ് നമ്മളുടെ ഫോർമാറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ് കളറിൽ, നമ്മൾ റെഡ് എന്ന് അതിനൊരു ഓപ്ഷൻ, ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കളറ് റെഡായിട്ടാണ് വരേണ്ടത്. ഇനി നമ്മൾ വാല്യൂ കൊടുക്കുന്നത് തിക്ക് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ വരേണ്ടത്? ഫോണ്ട് സൈസ് 20 പിക്സലായിട്ട് 20 പിക്സലിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ഫോണ്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇനി ഗ്രീൻ എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് വേണം? കളറ് ഗ്രീൻ കളറിൽ നമ്മളുടെ ഫോണ്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇത് മൂന്നാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഫോർമാറ്റിംഗ്. ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഫസ്റ്റ് പ്രോപ്പർട്ടി റെഡ് എന്നാണ്. നമ്മൾ ഡോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് CSS ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡോട്ട് റെഡ് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ പ്രോപ്പർട്ടിയുടെ നെയിം എന്ന് പറയുന്നത് കളറാണ്. ഓക്കെ, കളർ എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? റെഡാണ്. ഓക്കെ, അതതിൻ്റെ വാല്യൂ ആണ്. ഈ നെയിം ആൻഡ് വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ കോളൻ യൂസ് ചെയ്തുകൊണ്ടാണ്. കളർ കോളൻ ഇട്ടതിന് ശേഷം റെഡ്, അതായത് കളറും അതായത് നെയിമും വാല്യൂവും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോളൻ യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഇനിയും നമ്മളുടെ പ്രോപ്പർട്ടീസ് ഇൻസേർട്ട് ചെയ്യാണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രോപ്പർട്ടിയാണ്, ആൻഡ് സെക്കൻഡ് വൺ അനദർ പ്രോപ്പർട്ടി, ആൻഡ് തേർഡ് വൺ അനദർ പ്രോപ്പർട്ടി. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് സെമി കോളൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് 3 കഴിയുമ്പോൾ നമ്മൾ സെമി കോളൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ആംഗുലർ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ നെയിമും വാല്യൂ ആണ്. അതായത് ഡോട്ട് റെഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരണം, ഡോട്ട് തിക്ക് എന്ന് കൊടുക്കുമ്പം നമുക്ക് എന്ത് ആൻസർ വരണം, ആൻഡ് ഗ്രീൻ എന്ന് കൊടുക്കുമ്പം എന്ത് ആൻസർ വരണം, ഓർ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആംഗുലർ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ ഇത് ഈ ഒരു നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ നമ്മൾ HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ട് പാഡ് ഓപ്പൺ ചെയ്യും. ഇതുപോലെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്രയും പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് .css എന്നുള്ള ഫോർമാറ്റിൽ ഫയൽ എക്സ്റ്റൻഷനോട് കൂടെ സേവ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമുക്ക് സ്റ്റൈൽ എന്ന് കൊടുക്കാം. അതിൻ്റെ നെയിം സ്റ്റൈൽ എന്നുള്ളൊരു ഫയൽ ആയിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ style.css എന്നുള്ള ഒരു ഫയൽ എക്സ്റ്റൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പോർഷൻ ഫസ്റ്റ് സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ എന്ത് ചെയ്യുക? HTML ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യും. ദെൻ HTML ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് പോർഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു? എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെഡ് പോർഷനിൽ ഹെഡ് ടാഗിനുള്ളിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന CSS ഫയൽ അറ്റാച്ച് ചെയ്യണം.
ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ലിങ്ക്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾ നമ്മളുടെ CSS ഫയലിനെ HTML ഫയലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ലിങ്കാണ്. ഓക്കെ, ലിങ്കിൻ്റെ നമ്മളുടെ ID എന്താണെന്നുള്ളത്, നമ്മൾ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ നമ്മളുടെ ഇതിൽ 3 ആട്രിബ്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് REL, അതായത് ഇതേത് ടൈപ്പാണ്, ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഷീറ്റ്. നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ ഷീറ്റാണ്. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബാർ CSS, അതായത് ഒരു CSS ഫയലാണ്. CSS മീൻസ് കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് href, അതായത് റെഫറൻസ്, നമ്മൾ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ ഓൾറെഡി പറഞ്ഞു, സ്റ്റൈൽ എന്നുള്ളൊരു ഫയലിലാണ് സ്റ്റൈൽ എന്നുള്ളൊരു നെയിമാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് style.css എന്നായിരിക്കും. എന്താണോ നിങ്ങൾ നെയിം കൊടുക്കുന്നത് അതിനോടുകൂടെ .css എന്നുള്ളൊരു ഫയൽ എക്സ്റ്റൻഷനാണ് വരിക. അപ്പോൾ എന്താണ് നിങ്ങളുടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന CSS ഫയലിൻ്റെ നെയിം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫറൻസിൽ കൊടുക്കുക. ഇതാണ് ലിങ്ക് എന്നുള്ളൊരു ടാഗിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതൊരു ഓപ്പൺ ടാഗാണ്, ഒരു എംപ്റ്റി ടാഗാണ്. ഇതിനെന്തുണ്ടാവില്ല, ക്ലോസ് ചെയ്യാനൊന്നും തന്നെ ഉണ്ടാവില്ല. ലിങ്ക് എന്താണോ അത് കൊടുക്കേണ്ടത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഹെഡ് പോർഷനിലാണ്. ഓക്കെ, ഹെഡ് പോർഷനിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ സാധാരണ പോലെ ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കളർ. നിങ്ങൾ സാധാരണ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ആട്രിബ്യൂട്ടിൻ്റെ എക്സാമ്പിളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കണം, സ്റ്റൈൽ ആട്രിബ്യൂട്ടിൻ്റെ കളർ എന്താണ്, കളർ = റെഡ് അല്ലെങ്കിൽ ഫോൺ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതിന് പകരം ഇവിടെ എന്ത് മാത്രം കൊടുത്താൽ മതി, ക്ലാസ് = റെഡ് എന്നുള്ള ഓപ്ഷൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ക്ലാസ് തിക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. തിക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഫോൺ സൈസ് 20 പിക്സലിൽ വരുന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കും. റെഡ് എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെഡ് കളറിലാണത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ടെക്സ്റ്റ് റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യും. ഇനി ക്ലാസ് = ഗ്രീൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രീൻ എന്നുള്ള ടേം വന്നു കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റിംഗ് ടെക്സ്റ്റിനെ നമുക്ക് നമ്മളുടെ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളത് നോക്കാനേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റാണ്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ ഡിസ്കസ് ചെയ്തത് ഒരു കംപ്ലീറ്റ് HTML ഫയൽസിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈനാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഫോർമാറ്റിംഗ് ആണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു സിംഗിൾ ഷീറ്റിന് മാത്രം, അല്ലെങ്കിൽ ഒരു സിംഗിൾ HTML പേജിന് മാത്രം ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ പേജിനാണ് നമ്മൾ പറയുന്നത്. If we want to apply style sheet rule to a single document only, then it can include those rules in header section of the HTML document using style tag. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിന് മാത്രമാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിംഗ് ആട്രിബ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹെഡർ സെക്ഷനിൽ സ്റ്റൈൽ ടാഗാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ലിങ്ക് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച CSS ഫയൽ അറ്റാച്ച് ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമ്മൾ സ്റ്റൈൽ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിഫൈൻ എ സ്റ്റൈൽ ഫോർ എ സിംഗിൾ HTML പേജ്. ഒരു സിംഗിൾ പേജിന് മാത്രം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡോക്യുമെൻറ്റിന് മാത്രമായിരിക്കും ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താൻ കഴിയുക. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ ഷീറ്റ് ഓൾറെഡി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് നമുക്ക് വരേണ്ട ചേഞ്ചസ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹെഡ് സെക്ഷനിൽ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്.
നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, സ്റ്റൈൽ ടാഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ആട്രിബ്യൂട്ടും ടാഗും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ ടാഗാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയുന്ന പോലെ തന്നെ ഫസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് അറിയാം. ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണ്, HTML ഓപ്പൺ ചെയ്യുക, ഹെഡ് ഓപ്പൺ ചെയ്യുക, ആൻഡ് അതിൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കും. ടൈറ്റിലിനോടൊപ്പം തന്നെ ഹെഡ് സെക്ഷനിൽ കൊടുക്കേണ്ടത് എന്താണ്, സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വേണ്ട ചേഞ്ചസ് എന്താണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്നത് സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് അതിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നുണ്ട്, ടൈപ്പ് ടെക്സ്റ്റ് CSS ആണ്, നമ്മളുടെ CSS ഫോർമാറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ടൈപ്പ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിലും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിലും. എന്നാൽ ഇൻലൈനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് ടാഗ് ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റൈൽ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ടൈപ്പാണ്. ലിങ്ക് ടാഗിന് നമുക്ക് നേരത്തെ 3 ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റൈൽ ടാഗിന് നമുക്ക് ഒരു ആട്രിബ്യൂട്ടേ ഉള്ളൂ, ദാറ്റ് ഈസ് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് CSS. ദെൻ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് നേരത്തെ ഉള്ള എക്സാമ്പിളിൽ ഉള്ള അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ റെഡ് ആൻഡ് തിക്ക് ഗ്രീൻ 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന് ശേഷം നിങ്ങൾ സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്യുക. ഇത്രയും പോർഷനാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് പോർഷനിൽ നമ്മൾ ഇത്രയും കൊടുത്തതിന് ശേഷം ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എവിടെയാണോ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ റെഡ് കളർ വേണ്ടത്, എവിടെയാണോ തിക്ക് വേണ്ടത്, ഗ്രീൻ കളർ എവിടെയാണ് വേണ്ടത്, ഇതൊക്കെ നമുക്ക് എന്തുമാത്രം കൊടുത്താൽ മതി, ക്ലാസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. എന്താണ് അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഹെഡ് പോർഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിളിൻ്റെ ആൻസറായിട്ട് നമുക്ക് എങ്ങനെ വരും, റെഡ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ്. ആൻഡ് സെക്കൻഡ്ലി കൊടുത്തിട്ടുള്ളത് തിക്ക് എന്നാണ്. ഡിഫോൾട്ടായിട്ട് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അവിടെ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ബട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് തിക്കായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് കൊടുത്തത്. അവിടെ നമുക്ക് സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഡിഫോൾട്ട് സൈസ് എത്രയാണോ അത്ര തന്നെയാണ് വരുന്നത്. ദെൻ ലാസ്റ്റ്ലി നമ്മൾ കൊടുത്തിട്ടുള്ളത് തിക്ക് ഗ്രീൻ എന്നുള്ള 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിക്കാവുന്ന സമയത്ത് അതിൻ്റെ ഫോണ്ട് സൈസിൽ ചേഞ്ച് വരും. ആൻഡ് ഗ്രീൻ കൊടുത്തതിനെ കൊണ്ട് ഗ്രീൻ എന്നുള്ള കളറിലും ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതേതാണ്, ഇത് സെക്കൻഡ് വേ ആണ്, ഇൻറ്റേർണൽ CSS ഓർ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്. ഇനി തേർഡ് വേ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്ത എക്സാമ്പിളുള്ളതുപോലെ നമ്മൾ കൊടുക്കേണ്ട ഒരു എലമെൻറ്റ്, ഏത് എലമെൻറ്റിനാണോ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് ആ എലമെൻറ്റിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ഇൻറ്റേർണലിൽ നമ്മൾ പറഞ്ഞു സ്റ്റൈൽ ടാഗാണ് യൂസ് ചെയ്തത്, എന്നാൽ ഇൻലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു HTML എലമെൻറ്റിന് നമുക്ക് ഏത് എലമെൻറ്റിനാണോ സ്പെസിഫിക്കേഷൻ വരുത്തേണ്ടത് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ചെയ്യേണ്ടത് ആ ഒരു HTML എലമെൻറ്റിന് മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. ചേഞ്ച് വരുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് എലമെൻറ്റിനാണോ കൊടുക്കേണ്ടത് അതിൻ്റെ ടാഗിലാണ് നമ്മൾ ഈ ഒരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹെഡ് പോർഷനിൽ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, ടൈറ്റിൽ എന്താണെന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. ബോഡി പാർട്ടിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാരഗ്രാഫ് ടാഗാണ്. പാരഗ്രാഫ് ടാഗിൻ്റെ സ്റ്റൈലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാരഗ്രാഫിനും എന്ത് മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് ആ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിന് സ്റ്റൈൽ ആട്രിബ്യൂട്ടിൽ കൊടുത്തിട്ടുള്ളത് കളറ്
റെഡ് എന്നാണ്. ദെൻ നെക്സ്റ്റ് ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബോൾഡ് ഫേസിൽ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ വരുത്തിയിട്ടുള്ള സ്റ്റൈൽ ആട്രിബ്യൂട്ടിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമുക്ക് ആൻസർ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്, കഴിഞ്ഞ എക്സാമ്പിൾ ഉള്ളത് പോലെ തന്നെയാണ്. പക്ഷേ 3 മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ചേഞ്ചസ് വരുത്താം. 3 മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ 3ലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ കംപ്ലീറ്റ് HTML ഡോക്യുമെൻറ്റിന് ഓർ കംപ്ലീറ്റ് പേജസിന് ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യാം. അവിടെയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്, ലിങ്ക് എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ കേസിൽ. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ കേസിലാണെങ്കിൽ അവിടെ സിംഗിൾ HTML പേജ് അല്ലെങ്കിൽ സിംഗിൾ HTML ഡോക്യുമെൻറ്റിനാണ് ചേഞ്ചസ് വരുത്തുന്നത്. അവിടെ നമ്മൾ ഹെഡ് സെക്ഷനിൽ സ്റ്റൈൽ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻലൈൻ ആവുന്ന സമയത്ത് നമ്മൾ സിംഗിൾ HTML എലമെൻറ്റിനാണ് ചേഞ്ച് വരുത്തുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ്, ഇറ്റ് ഇസ് നോട്ട് സ്റ്റൈൽ ടാഗ്. ഇത്രയാണ് നമുക്ക് CSSൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. CSS ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ എന്താണ് CSS, 3 ടൈപ്പ്, എങ്ങനെ നമുക്കിത് ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ.